ഐക്യം സിന്ദാബാദ്, സമരം തുടരും, ഇനിയും തുടരും. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും ടൗണിനോടുള്ള അവഗണനയ്ക്കുമെതിരെ ടീം കുറ്റിപ്പുറം പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മേലെ അങ്ങാടി സിവിൽ സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സമരപരിപാടികളുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അണിനിരക്കുകയും ചെയ്തു. പ്രതിഷേധ മാർച്ച് മുഹമ്മദ് അലി പാറമൽ ഉദ്ഘാടനം ചെയ്തു. ടൗണിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ടൗണിലെ ഓടുകൾക്ക് മുകളിൽ സ്ഥാപിച്ച ബങ്കുകൾ മാറ്റി സ്ഥാപിക്കുകയും ഇരയാകുന്നവർക്ക് ബദൽ സംവിധാനം കണ്ടെത്തുകയും ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും ടീം കുറ്റിപ്പുറം ആവശ്യപ്പെട്ടു. കാലങ്ങളായി പഞ്ചായത്തിൽ നിന്നുള്ള അവഗണനയ്ക്കെതിരെ പൊതുജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് വരും തലമുറകളോട് ചെയ്യുന്ന അനീതിയാണെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ലത്തീഫ് കുറ്റിപ്പുറം അഭിപ്രായപ്പെട്ടു. ബർക്കത്ത് ടി കെ, സയ്യിദ് തയ്യിൽ, റഫീഖ് അലി പാറമൽ, സതീശൻ, മുസ്തഫ വിരുത്തുള്ളിയൻ, കെ ഇ ഫിറോസ് ബാബു, ജാസിർ ചുള്ളിയിൽ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് ഫൈസൽ റഹ്മാൻ അധ്യക്ഷനായി. ടീം കുറ്റിപ്പുറം സെക്രട്ടറി ബഷീർ പൂക്കോട്ട്, വൈസ് പ്രസിഡന്റ് ഷിഹാബ് ആലുക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിന് വേണ്ടി പൊരുതുന്നവരെ കാണുമ്പോൾ ഒരു ചിരിയാ, ഒരു ഒറ്റയിലെ ചിരി. ആ ചിരി ചിരിച്ചിട്ട് ആളുകൾ ഇല്ലാതാവും. ഇന്ന് കലുകൂട്ടിന് ഈ നാട്ടില് പ്രതിപക്ഷം എന്നൊരു പാർട്ടി എല്ലായിടത്തും ഉണ്ട്. ആ പ്രതിപക്ഷമാണ് ഇവരെ ഊർജ്ജസ്വലാക്കേണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഈ ഭരണപക്ഷം ഭരിക്കുന്നവർ തന്നെയാണ് പ്രതിപക്ഷം അടക്കണവരാ. പക്ഷെ അതിന് എല്ലാവിധ നെറികളിലും കൂട്ടു നിൽക്കുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പ്രതിപക്ഷത്തെ എന്തെങ്കിലും സമര പോരാട്ടം എന്തെങ്കിലും? ഞങ്ങളൊക്കെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ മനമെടുത്ത് ഞങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ മനമെടുത്ത് ഇത്ര വൃത്തികെട്ട പഞ്ചായത്ത്, നമ്മുടെ ജീവന് ആവശ്യമായ ഒരു ജൈവ വൈവിധ്യ ഡയറക്റ്റില്ലാത്ത കേരളത്തിലെ ഏക പഞ്ചായത്ത് ഈ നെറികെട്ട കുറ്റിപ്പുറം പഞ്ചായത്ത്. ഈ ചാനൽ കുറ്റിപ്പുറം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.